യേശുവിൽ പ്രിയപ്പെട്ടവരെ, ഒരു ശക്തിയേറിയ കാന്തം ചുറ്റുമുള്ള ലോകവസ്തുക്കളെ അതിലേക്ക് ആകർഷിക്കുന്നു. ലോകവസ്തുക്കൾ അതിനോട് ചേർന്ന് നിൽക്കുന്നു. കാന്തം പിൻവലിക്കുമ്പോൾ വസ്തുക്കളെല്ലാം ചിതറിക്കപ്പെടുകയാണ്. ഇന്നത്തെ വചനത്തിലൂടെ ഈശോ പറയുന്നു, ഈശോ കുരിശിൽ ഉയർത്തപ്പെടുമ്പോൾ എല്ലാ മനുഷ്യരെയും യേശുവിലേക്ക് ആകർഷിക്കും, കുരിശിലേക്ക് ആകർഷിക്കും. യഹൂദരെ മാത്രമല്ല, ലോകമെമ്പാടുമുള്ള എല്ലാ ജനതകളും ആ കുരിശിലേക്ക്, സഹനത്തിലേക്ക് ആകർഷിക്കപ്പെടുകയാണ്. അതുകൊണ്ട് തന്നെ ജീവിത സഹനങ്ങളെ നല്ല രീതിയിൽ നേരിടാൻ, ഈ കുരിശിനു വേണ്ടി രക്തസാക്ഷിത്വം വഹിക്കുവാൻ മനുഷ്യൻ തയ്യാറായി. അങ്ങനെ ക്രൈസ്തവ സമൂഹം ഒത്തിരിയേറെ തഴച്ചു വളർന്നു. സഹനങ്ങളെ എടുത്തു മാറ്റുമ്പോൾ, കുരിശില്ലാതാകുമ്പോൾ ജീവിതം യേശുവിലേക്ക് ആകർഷിക്കപ്പെടാതെ വരികയാണ്. മനുഷ്യൻ ചിതറിക്കപ്പെടുകയാണ്. അപമാനത്തിൻ്റെയും ശിക്ഷയുടെയും അടയാളമായിരുന്ന കുരിശിനെ രക്ഷയുടെ മഹത്വത്തിൻ്റെ അടയാളമായി ഈശോ മാറ്റി. ആ കാന്തശക്തിയിലേക്ക് നമ്മളെല്ലാവരും ആകർഷിക്കപ്പെടാനിടയാകട്ടെ. സഹനത്തോട് ചേർന്ന് നിന്ന് നമ്മുടെ ജീവിത സഹനങ്ങളെ ചേർത്ത് വയ്ക്കുവാൻ നമുക്ക് സാധിക്കട്ടെ. ഈശോയെ ഞങ്ങളെ അനുഗ്രഹിക്കണമേ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.